അങ്ങനെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിരിക്കുന്ന കൂന്തൽ ഫ്രൈ ഇതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? വായോ, എല്ലാവരെയും കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഗ്യാസ് കത്തിച്ചു. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശകലം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്ത ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ശകലം പച്ചമുളക്, ഇച്ചിരി ഉപ്പ് ഇച്ചിരി അല്ല, ആവശ്യത്തിനിടാം കേട്ടോ. ഉള്ളി അരിഞ്ഞത്, തക്കാളി, കുറച്ച് തക്കാളിയൊക്കെ മതി കേട്ടോ. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ, ശകലമേ, ഇടയ്ക്കൊന്ന് കടിക്കാൻ. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, നമുക്കിതിലേക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കിലോ കൂന്തൽ നിറയ്ക്കാനുള്ള സാധനമാണ് കേട്ടോ. നമുക്കിതാ ചെമ്മീനാണ് അതിൻ്റെ അകത്ത് നിറയ്ക്കാനായിട്ട്. ചെമ്മീൻ നിറയ്ക്കണമെന്നില്ല, അതിൻ്റെ ആ തലഭാഗം ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അത് നിറച്ചാലും മതി. പക്ഷെ ഞാനിപ്പോൾ ചെമ്മീനാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചെമ്മീന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ, ചെറുതായിട്ട്. നമുക്കിതിലോട്ടെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച്. നമുക്ക് പിന്നെ മുളക് പൊടി ഇടാം, ഇതിനൊരു ശകലം. അല്ല, ഇത് എല്ലാവരും ഒന്ന് ചെമ്മീൻ ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്, മനസ്സിലായില്ലേ? ഈ കൂന്തലിൻ്റെ തല തന്നെ ഇല്ലേ, അത് തന്നെ കട്ട് ചെയ്തെടുക്കും, ആ വള്ളി പോലെ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ. അങ്ങനെ നമ്മുടെ മസാല കൂന്തലിനകത്ത് നിറയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ ഫില്ല് ചെയ്ത് കുത്തി റെഡിയാക്കി കൊണ്ടുവരണം. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ടു, കൂന്തലിൻ്റെ ബാക്കി മണ്ടഭാഗം ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ചെമ്മീൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനി നമുക്കിത് നിറയ്ക്കണം. അപ്പോൾ നമ്മുടെ കൂന്തലെല്ലാം നമ്മൾ നിറച്ച് റെഡിയാക്കി എടുത്ത് കേട്ടോ, മസാലയെല്ലാം നിറച്ച്. നമുക്കിനി ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം, ആവി കയറി വേവട്ടെ. നമുക്കിത് വേഗം വെക്കാം കേട്ടോ, വെന്ത് കിട്ടട്ടെ. എന്നിട്ട് ഇനി ഒരു മസാലയുണ്ട്, അതാണ് നമ്മുടെ കൂന്തലിൻ്റെ മസാലയുടെ രഹസ്യം. എല്ലാവരും ഈ കളറ് ഒക്കെ ചേർത്തിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. അതാണ് കൂന്തലേ ഉണ്ട്, ഇതിന് കളറൊന്നും ചേർക്കണ്ട. വെന്ത് കിട്ടട്ടെ, നമുക്ക് അടച്ചു കൊടുക്കാം. ആവിയിൽ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തൽ വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൂന്തൽ നമുക്ക് അടുത്ത ഫ്രൈ. കരിവേപ്പില, സവാള ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി പൊടിയാണ് കേട്ടോ. ഗരം മസാലപ്പൊടി, ഇനി നമ്മുടെ കൂന്തൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ എല്ലാവരും. ഇതാണ് ആ കൂന്തൽ ഫ്രൈ. പിന്നെ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഞാൻ ഫ്രൈ ആക്കി
പിന്നെ കളറൊന്നും ചേർത്തില്ല, സാധാ മുളക് പൊടി തന്നെയാണ്. അതേ ഉള്ളൂ ഇത് അതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കുക. വെറുതെ ഹോട്ടലിലൊന്നും തിന്നാനായിട്ട് പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.